ഹലോ മച്ചാന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോട്ടത്തേങ്ങ. അപ്പോൾ മച്ചാന്മാരെ, അങ്ങനെ സന്തോഷപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുകയാണ്, 582 സബ്സ്ക്രൈബേഴ്സായി. ഇനി മാക്സിമം നമ്മൾ 600 സബ്സ്ക്രൈബേഴ്സിലാണ് എത്തിക്കേണ്ടത്. അപ്പം കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ തന്നെ മറ്റൊരു ഗെയിമാണ്. ഏത് ഗെയിം? ബസ് സിമുലേറ്റർ ഇന്ത്യ. അവർ മാലിയോ തന്നെ ഇറക്കിയ മറ്റൊരു ഗെയിമാണ്. അപ്പം ഇന്ത്യയുടെ അതേ മാപ്പുള്ള ഏകദേശം അഹമ്മദാബാദുണ്ട്, കോയമ്പത്തൂരുണ്ട്. അപ്പം നമ്മൾ ആദ്യം കരിയർ മോഡാണ് എടുത്തത്. അതിൽ നോക്കുമ്പോൾ 2 ടെർമിനലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊച്ചിയുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലെയർ പൈസ കൊടുക്കുകയും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കളിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ഗാരേജിൽ നോക്കിയപ്പോൾ അവിടെ ഒരു വണ്ടി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ കൊച്ചി കണ്ടില്ല വെച്ചാൽ മതി. കൊച്ചിയുണ്ട്, ബംഗളൂരു. അപ്പോൾ നമ്മൾ ആദ്യം കൊച്ചി ടു ഒരു സേലം എടുക്കാം. കൊച്ചി ടു സേലം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എടുക്കാം. അപ്പം ആദ്യമേ തന്നെ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു റിവ്യൂ ആണിത്. നമ്മൾ ജസ്റ്റ് കളിക്കുന്ന എന്നൊരു റിവ്യൂ, എങ്ങനെയുണ്ട് ഗെയിമെന്ന് പറയുന്നത്. അപ്പം തുറക്കുമ്പോഴേ മറ്റേതിനകത്ത് കുറേ ബസ്സുകളൊക്കെ ഇങ്ങനെ അടുക്കിയിട്ടേക്കാണ്. ഇതിൽ നമുക്ക് പോകുന്ന ബസ്സുകൾ സൈഡിലൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഗെയിം തുടങ്ങുമ്പോഴുള്ള കാര്യം. ഇനി നമുക്ക് ഗെയിമിലേക്ക് വരുമ്പോൾ ലാഗുണ്ട്, ഇച്ചിരി ടൈം എടുക്കും. ഓക്കെ, ഗെയിമിലേക്ക് വന്നു. അപ്പം ഗെയിമിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ ഇന്തോനേഷ്യയുടെ അതേ ഓപ്ഷൻസും അതേ സംഭവം തന്നെ. പിന്നെ മാപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആളുകൾ, അതിൽ വലിയതായിട്ട് നമുക്ക് ആളുകളെ കാണാൻ കഴിയില്ല. എന്ന് വെച്ചാൽ സാധാ ആളുകളൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് സ്കൂൾ കുട്ടികൾ, ആൻറ്റിമാർ, അപ്പൂപ്പന്മാർ, അങ്ങനെ ഒരുപാട് പേര്, സ്കൂളിൽ പഠിക്കാൻ പോകുന്നവർ വരെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ആദ്യം തന്നെ ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. ഇവർ ആദ്യം നമ്മളിവിടുന്ന് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അവരെ നമുക്ക് കയറ്റാം. 2 പേരാണ്, സ്കിപ്പ് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ മാപ്പിന് ഇച്ചിരി കൂടെ ഒരു ഇതായിട്ടുണ്ട്. മേളിൽ ഒരു ഇത് പോകുന്നുണ്ട്, നമ്മുടെ ഒരു പാലം പോകുന്നുണ്ട്. സൈഡിൽ അപ്പൂപ്പന്മാരൊക്കെ പോകുന്നുണ്ട്. മച്ചാന്മാരെ കണ്ട, സൈഡിൽ അപ്പൂപ്പനൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിൽ 2 വലിയ നമ്മുടെ മറ്റേ ബീഹാറിൽ അവിടെയൊക്കെ കാണുന്നതിൻ്റെ കൂട്ടുള്ള വലിയ വലിയ ലോറികൾ. പിന്നെ കണ്ട, സൈഡിൽ ആൻറ്റി പോകുന്നുണ്ട്. ഫ്രണ്ടിൽ ബാഗിൽ അപ്പൂപ്പൻ കണ്ടു. സൈഡിൽ 2 കുട്ടികൾ, സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. ഇതിനകത്ത് അല്ലാതെ യൂണിഫോം ഇട്ട് പോകുന്ന പിള്ളേരുണ്ട്. അപ്പം നമുക്കിവിടെ ചെന്ന് വളച്ചെടുക്കാം. ഓക്കെ, കണ്ടോ, അവിടെ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു മാപ്പിന് ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു കേരള സ്റ്റൈൽ പിന്നെ ചെറുതായിട്ടൊക്കെ പറയും. ഇതിനകത്ത് വണ്ടികളൊക്കെ വാഗണറുണ്ട്, പിന്നെ ഫയർ എഞ്ചിനൊക്കെ ഉണ്ട് ഇതിൽ. ഇങ്ങനെയുള്ള ഫ്രണ്ടിൽ കാണുന്ന കണ്ടില്ലേ, അതുപോലെയുള്ള വണ്ടികളുണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇച്ചിരി മാപ്പ് വേറെ രീതിയിലാക്കിയിട്ടുണ്ട്. മറ്റേതിൽ ഫുള്ള് നമ്മൾ നേരെ വണ്ടി എടുക്കുമ്പോഴേ തന്നെ ഫുള്ളൊരു ഹൈവേ പോലാണ്. ഇവിടെ നമ്മുടെ സാധാരണ ഇതിപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലാണിപ്പം. ഇനി കൊച്ചി വഴി സേലമാണ്. ഓക്കെ, അപ്പം ഇവിടെ സൈഡിൽ ഓരോരോ പമ്പുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിൽ ഒരു ഫാർമസി ഉണ്ടോ. അങ്ങനെ ചിലയിടത്ത് ഹിന്ദിയാണുള്ളത്. അപ്പം ഏകദേശം 280 230 അത്രയും അങ്ങാണ്ട് MB ആണുള്ളത്. എന്തായാലും ഒരു 300 കൂടുതലില്ല, അതിൽ താഴെയാണ്. ഓക്കെ, ഞാൻ ആദ്യം സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അത് വന്നില്ല. ഇന്തോനേഷ്യയാണോ വന്നത്, സിമുലേറ്റർ ഇന്തോനേഷ്യയാണോ വന്നത്. പിന്നെ നമ്മളല്ലാതെ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത്, അല്ലാതെ നേരെ നമ്മൾ പ്ലേ സ്റ്റോർ വഴി കയറി ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് നമുക്ക് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടും. അഥവാ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിളെടുത്ത് ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് വരും. എനിക്ക് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളതായിരിക്കും പോകുന്നത്. എനിക്ക് വന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിലൊന്നും അല്ലല്ലോ നോക്കുന്നത്, നമ്മൾ ഗെയിമിലല്ലേ ഫോക്കസ്. അപ്പം ഏകദേശം വലിയ ലാഗൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഗെയിമിനകത്ത് കളിക്കുമ്പോൾ വലിയ ലാഗൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡിൽ ഒതുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടോട്ട് റിവേഴ്സ് അടിച്ച് കയറ്റാം. ഓക്കെ, നമുക്ക് ഇവിടോട്ട് റിവേഴ്സ് എടുക്കാം. അപ്പം എനിക്ക് വലിയ ലാഗായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല മറ്റേതിൻ്റെ കൂട്ട് തന്നെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഗെയിം. നല്ലൊരു ഗെയിമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഉണ്ടോ, സ്റ്റിയറിംഗ് അവിടെ മറ്റേ ഇതിനകത്താണെങ്കിൽ ഇന്തോനേഷ്യയിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്നൊക്കെ എഴുതിയ ഒരു ഇതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം
നമ്മൾ ഈ ബാക്കിലോട്ടൊന്ന് ഒതുക്കാനാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു വണ്ടി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഷോപ്പ് ചെയ്ത് വാങ്ങിച്ചാൽ അത് പൈസ കൊടുത്ത് നമ്മൾ കളിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്താൽ നമുക്ക് വേറെ വണ്ടികൾ വാങ്ങാൻ കഴിയും. ഓക്കെ, പിന്നെ ഇവിടെ 3 ടൈപ്പ് ഹോണുണ്ട്, അടിപൊളി ഹോണൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതിനകത്തൊരു വലിയ ഒരു തോർത്തൊക്കെ ഇട്ട ഒരാളാണ്. ഇതിനകത്തൊരു മാമനാണുള്ളത്, അത്യാവശ്യം പൈസയൊക്കെയുള്ളൊരു മാമനാണ്. കണ്ടോ, നമുക്ക് ഇദ്ദേഹം ഡാൻസൊക്കെ കളയും. കണ്ടോ, ഡാൻസൊക്കെ കളയും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇത് നമ്മളിൽ കെ എസ് ആർ ടി സിയുടെ ഓരോ പുതിപ്പിറങ്ങിയ ഓരോ വോൾവോ ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഓടിയാണ് പോകുന്നത്. നമുക്ക് അപ്പുറത്തെ റോഡിലോട്ടെന്ന് പറയണം. ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ബൈക്കുകളൊക്കെ ആക്റ്റീവ ഉണ്ട് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. ആക്റ്റീവ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഇന്ത്യൻ ഫീൽ ഇതിനകത്ത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇന്ത്യ കണ്ടോ, അതുകൊണ്ടൊരു ആക്റ്റീവ ആക്റ്റീവയാണെന്ന് തോന്നുന്നു. ആക്റ്റീവയുടെ കൂട്ട് തന്നെ ഇരിക്കണോ. അപ്പം അത്യാവശ്യം നല്ല ഒരു അടിപൊളി ആക്റ്റീവ. അവൻ അത്യാവശ്യം നല്ലൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താണ്ടൊക്കെയോ കടകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഇന്ത്യൻ ഫീൽ. കണ്ട സൈഡിൽ കണ്ടോ ഒരു സ്കൂൾ കുട്ടി പോകുന്നത്. അപ്പം അതാ ഞാൻ പറഞ്ഞ യൂണിഫോം ഇട്ടൊക്കെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പം ഏകദേശം നല്ല ഒരു ഗെയിം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്തോനേഷ്യ കളിക്കുന്ന പോലെ തന്നെ നമുക്കിതിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല വലിയ ലാഗായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനകത്ത് ഫോട്ടോയും ഒക്കെ എടുക്കാനൊക്കെ കഴിയും. ഫ്രണ്ട്സ് ക്യാമറയിൽ പോകുമ്പോൾ കണ്ടോ ഇങ്ങനെ സൂപ്പർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്, ഞാൻ അതൊന്നും കാണിച്ചില്ല. മച്ചാന്മാർ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിവ്യൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഗെയിം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് നമ്മൾ വന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനിയും വല്ല ഗെയിമുകളുടെ റിവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഇടാം. കണ്ട ഒരു ഓട്ടയൊക്കെ. അപ്പം മച്ചാന്മാരെ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.